മാഡം, എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. എന്താ? ഞാനും ഗാഥയും ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. എന്തു പറ്റി നോയി? ഇവിടെ എന്താ നടന്നതെന്ന് മാഡത്തിന് അറിയോ? ഞാനിനി എന്താ ചെയ്യേണ്ടത്? എന്റെ ജീവിതം ഞാനിനി എന്താ ചെയ്യേണ്ടത്? മാഡം പറയും. നവീൻ, മുൻപൊരിക്കലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ ഞാൻ ഗാഥയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് ഭ്രാന്തിനെ ചികിത്സിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഗാഥ അവിടെ ബഹളം വെച്ചു. എന്നിട്ട് ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോ വേദനയോടുകൂടി എനിക്ക് ആ വാക്ക് പറയേണ്ടി വരികയാണ് മാഡം. ഇത് ഭ്രാന്ത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നൊക്കെ നോക്കി നിൽക്കാൻ ഞാൻ വെറും ഒരു വിഡ്ഢിയല്ല. എനിക്ക് എന്റെ ജീവിതം ഇല്ലാതാക്കി കളയാൻ പറ്റത്തില്ല. നവീൻ, എനിക്ക് ഗാഥയോടൊന്ന് സംസാരിക്കണം. നവീൻ, മറ്റൊരു തീരുമാനം എടുക്കരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ പ്ലീസ്. സംസാരിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫോൺ കൊടുക്കാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഗാഥ ഇപ്പൊ ഇരിക്കുന്നത്. ഗാഥ, എന്റെ മമ്മിയാ, സംസാരിക്കേ. എനിക്ക് സംസാരിക്കണ്ട. എന്നെ സംസാരിപ്പിക്കാൻ ശ്രമിക്കാൻ വേണ്ട. മാഡം കേട്ടല്ലോ. ഇനി ഞാൻ എന്താ പറയേണ്ടത്? നവീൻ, ആ ഫോൺ ഒന്ന് സ്പീക്കറിലിട്ടെ. മോളെ, ഗാഥ മോളെ മമ്മിയോട് സംസാരിക്കേ. എനിക്കൊന്നും സംസാരിക്കണില്ല മമ്മി. എന്നെ സംബന്ധിച്ച് എല്ലാം അവസാനിച്ചു. മോളെ, പറയുന്നൊന്ന് കേക്ക്. ഒരു കാര്യം ചെയ്യ്, മമ്മി അങ്ങോട്ടേക്ക് വരാം. വന്നിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കാം നിന്നോട്. വേണ്ട, മമ്മി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഞാൻ മമ്മിയുടെ അടുത്തേക്ക് വരാം. എനിക്കിവിടെ നിൽക്കണ്ട ഇനി. മോളെ, ഞാൻ വരുന്നു എന്ന് പറഞ്ഞാ വരുന്നു. മമ്മി ഫോൺ വെച്ചേ. ഫോൺ വെക്കൂ മമ്മി. മാഡം കേട്ടല്ലോ. നവീൻ, അവളുടെ അവസ്ഥ എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്ന കൂടിയില്ല. എന്റെ മാനസികാവസ്ഥ കൂടി നവീൻ ഒന്ന് മനസ്സിലാക്കൂ പ്ലീസ്. നവീൻ, അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരൂ. ഞാൻ മോളുടെ കൂടെ ഇരുന്ന് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. കൂടെ ഇരുന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല മാഡം. പക്ഷേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ജീവിതം ഇനി ഒരു പരീക്ഷണ വസ്തു ആക്കാനായിട്ട് ഇനി എന്നെ കിട്ടത്തില്ല. ഞാൻ പോവാം. താൻ പൊയ്ക്കോ.